മാധ്യമങ്ങൾ വസ്തുതകളെ തലകീഴായി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് പി ജയരാജൻ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. വാർത്തകൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനു പകരം വസ്തുതകളെ തലകീഴായി അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ഇപ്പോൾ ചെയ്യുന്നതെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കുറ്റപ്പെടുത്തി. പയ്യന്നൂരിൽ നടക്കുന്ന ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ജയരാജൻ മാധ്യമങ്ങൾക്കു നേരെ തുറന്നടിച്ചത്. അറിയാനുള്ള ത്വരയുള്ളവരാണ് മലയാളികൾ. അപ്പൊ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് നമ്മളെല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഒരു MLA, ആ MLAക്ക് എത്രയാ വാർത്താ കവറേജ്? അച്ചടിപത്രങ്ങൾ കൊടുക്കുന്ന ഒരു വാർത്താ കവറേജ്, അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്താ കവറേജ്, എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? മൂർത്തമായിട്ട് ഏതെങ്കിലും ജീവിത പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്? ഒരു ADGPയുടെ കാര്യം, ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ കാര്യം, പിന്നെ എന്തെങ്കിലും തങ്ങളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ വസ്തുതകളെ തലകീഴായി നിർത്താനാണ് പരിശ്രമം. ഒരു MLA ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രാധാന്യം. ആ പ്രാധാന്യം മാത്രമാണോ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്? അപ്പോൾ താറടിച്ച് കാണിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം. അൻവർ MLAയുടെ പ്രസംഗത്തിന്, പത്രസമ്മേളനത്തിന് കൊടുക്കുന്ന വാർത്താ കവറേജ്, വാർത്തകൾ സമൂഹത്തെ അറിയിക്കാനുള്ള ഒരു വാർത്താ ധാർമ്മിക പ്രവർത്തനം മാത്രമാണോ നടത്തുന്നത് എന്നത് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.